ദിവസം കേക്കിൻ്റെ ഓർഡേഴ്സൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിരിക്കുമ്പം ദേ പെട്ടെന്നൊരു ഓർഡർ വന്നതാണ്. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് കൊടുക്കുകയും വേണം. അവർക്ക് 2 kg വെയിറ്റ് വരുന്ന വാനില കേക്കാണ് കേട്ടോ. ദീപാവലിക്ക് വേണ്ടി എന്തോ ഒരു കമ്പനിയിൽ അവർക്ക് കട്ട് ചെയ്യാനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ പണികളൊക്കെ മാറ്റി വെച്ച് വേഗം കേക്കിൻ്റെ ബേക്കിങ്ങിലോട്ട് കടന്നു കേട്ടോ. കേക്കിൻ്റെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ ഒരു ബേക്കിങ് ചെയ്യുന്ന വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അവളാണ് നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പം എൻ്റെ ഓർഡേഴ്സൊക്കെ ഞാൻ അവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കാറുള്ളത്. അപ്പോൾ എനിക്കതൊരു വലിയ ഹെൽപ്പാണ് കേട്ടോ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മലപ്പുറത്താട്ടോ നമ്മളെ നാട് വന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇടയ്ക്ക് നാട്ടിലൊക്കെ പോണതാണ് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴൊക്കെ. അപ്പോൾ അവളാണ് കേട്ടോ നമുക്ക് ചെയ്തു തരാറുള്ളത്. ഇപ്പം അവൾക്ക് എന്തോ തിരക്കായിട്ട് എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇങ്ങനെ നമ്മൾ 3 ലെയറായി കട്ട് ചെയ്ത് അതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇതിൻ്റെ വാനില സ്പഞ്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. സ്പഞ്ചിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രോസ്റ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ ഉള്ളല്ലോ ടൈം. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ നമ്മളൊന്ന് ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെച്ചെടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഫ്രീസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അങ്ങനെയുണ്ട് ഞാൻ പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സൊക്കെ. അന്നത്തെ ദിവസം നമുക്ക് വേറെയും ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് തലേ ദിവസം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഓർഡർ പെട്ടെന്ന് കയറി വന്നതേ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് പിന്നെ നിന്നു കേട്ടോ. നമുക്ക് പുറത്തൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളങ്ങനെയുണ്ടല്ലോ ഹോം ബേക്കേഴ്സ്, നമ്മൾ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും തന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് എളുപ്പമായിരുന്നു. അവർ 2 കളർ തന്നിട്ടുണ്ടായിരുന്നു. ആ കളർ വരുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഓഫീസിലോ അങ്ങനെ എന്തോ ബ്രാൻഡിൻ്റെ എന്തോ കളറാണേ. ആ കളർ വെച്ചിട്ട് ചെയ്തെടുത്തോളാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു റോസറ്റ നോസിലൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 കളറും കൂടിയിട്ട് വരുന്ന രീതിയിൽ അങ്ങനെ. അപ്പം ഒരു ഓപ്പൺ നോസിൽ ഒരു വൈറ്റ് കളറിലും കൂടി കൊടുത്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അവരുടെ നെയിമും ഇത് കഴിഞ്ഞപ്പോൾ മേളിൽ കുറച്ചും കൂടിയും അവർ പറഞ്ഞ കളറ് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കുറഞ്ഞു പോയോന്ന് തോന്നിയിട്ടേ. അങ്ങനെ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നത്. എങ്ങനെയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാവേ.